ശങ്കുട്ടി ദാസ്, ഇതിപ്പോൾ ആരോപണം ഉന്നയിച്ചവരുണ്ട്, അതായത് വെളിപ്പെടുത്തലുകൾ നടത്തിയവരുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ചില രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവരും പ്രതികരിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായിരിക്കുന്ന അങ്ങനെയുള്ള അനുഭവമല്ലെങ്കിലും ഈ തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പൊതു ഇടത്തിൽ പോയി നിന്ന് ഈ സ്ത്രീകളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ആ എഴുത്തുകാരി വിശദീകരിച്ചത്. അതൊരു പ്രവണതയാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമുള്ള പ്രവണതയായിട്ടൊന്നും കാണാൻ പറ്റില്ല. അത് പുരുഷന്മാർക്കിടയിൽ ഒരു പ്രവണതയാണ്. സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കുറിച്ച് വഷളത്തരം പറഞ്ഞ് ഒരു കമ്പനിയിലിരുന്ന് വൃത്തികേട് പറയുക എന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വിഷയമല്ല. അതിൽ സൈബർ ആക്രമണത്തിന് പരാതി, അതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന സൈബർ ആക്രമണത്തിൽ പരാതി കൊടുത്തിരിക്കുന്നു, അതിൽ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നു. എത്ര സൈബർ ആക്രമണങ്ങളുടെ പരാതികൾ ഈ സർക്കാരിന്റെ ഭരണത്തിരിക്കുന്നുണ്ട്? എത്ര നടപടികൾ എടുത്തിട്ടുണ്ടെന്ന ചോദ്യം കൂടി എവിടെയുണ്ട്? ഒരു കാര്യത്തിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണോ വിഷയം, പ്രതിപക്ഷ നേതാവാണോ വിഷയം, ഷാഫി പറമ്പിലാണോ വിഷയം? ഇത് മൂവരെയും ഒരുപോലെ ഉന്നയിക്കാൻ, ഒരുപോലെ അവരെ കുറ്റപ്പെടുത്താവുന്ന ഒരു വിഷയമാണോ അങ്ങയെ സംബന്ധിച്ച്, അങ്ങയുടെ പാർട്ടിയെ സംബന്ധിച്ച്? അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനലിനെതിരെയാണോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതല്ല. അതാണല്ലോ അവിടുത്തെ പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്രിമിനലിന് അയാളുടെ എല്ലാ ക്രിമിനാലിറ്റിയും പുറത്തെടുക്കാൻ, അയാളുടെ എല്ലാ പ്രിഡേറ്ററി ഇൻസ്റ്റിങ്സും പുറത്തെടുക്കാനുള്ള അവസരവും അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളുകൾക്ക് കൂടി ആ കുറ്റകൃത്യത്തിൽ ധാർമ്മികമായിട്ടുള്ള ഒരു ഭാഗികമായിട്ടെങ്കിലുമുള്ള പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ. ആരാണ് ബാധിക്കപ്പെടുന്നത്? പാലക്കാട് ജനങ്ങളാണ് ബാധിക്കപ്പെടുന്നത്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇനി 9 മാസം തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന് ശ്രീകുമാർ പറഞ്ഞല്ലോ. ഈ 9 മാസത്തിനിടയിൽ പാലക്കാട് ജനങ്ങൾക്ക് MLAയുമായി ബന്ധപ്പെട്ട് നടത്തിയെടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ, പാലക്കാട് 50% വോട്ടർമാർ സ്ത്രീകളാണ്. അവർ എന്ത് ധൈര്യത്തിലാണ് ഈ MLAയുടെ അടുത്ത് പോകേണ്ടത്? ഈ സ്ത്രീകളുടെ കാര്യം പോട്ടെ, പുരുഷന്മാരുടെ കാര്യത്തിൽ, ട്രാൻസ്ജെൻഡർമാരുടെ കാര്യത്തിൽ പോലും എന്ത് ധൈര്യത്തിലാണ് MLAയുടെ അടുത്തേക്ക് പോകേണ്ടത്? ഇങ്ങനെ ഒരാൾക്ക് അവിടെ MLA ആയി തുടരാനുള്ള അധികാരമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ ഒരു മോശം സ്വഭാവമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ രാജിവെക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ വെല്ലുവിളിച്ചിരിക്കാൻ പറ്റുമോ? ഇയാൾ അവിടെ കൊണ്ട് അവരോധിച്ചിട്ടുള്ള ആളുകളില്ലേ? ഇയാളെ MLA സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച, അയാളെ ഫീൽഡ് ചെയ്ത, അയാൾക്ക് വേണ്ടി പ്രചരണം നടത്തിയ, അയാളെ വിജയിപ്പിച്ചെടുത്തുള്ളൊരു മെക്കാനിസം ഇല്ലേ? അവർക്ക് ഇയാളുടെ രാജിവെച്ച് ഇറങ്ങി പോകാൻ പറയേണ്ട ഉത്തരവാദിത്വമില്ലേ? അത് ചെയ്യാതിരിക്കുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വരുന്ന ആരോപണത്തിൻ്റെ ഒരു പങ്ക് ഇവരെല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ ഒഴിവാക്കാൻ സാധിക്കില്ല. അത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.